Hi everyone and welcome back to the Hook Studio. ഈ വീഡിയോയിൽ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ സൺഫ്ലവർ എങ്ങനെ ക്രോഷേ ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. So let's get started. First നമ്മൾ സൺഫ്ലവറിൻ്റെ സീപ്പൽ അതായത് ബാക്കിൽ വരുന്ന ആ ഗ്രീൻ പോർഷൻ ആണ് ക്രോഷേ ചെയ്യാൻ പോകുന്നത്. ഈ ഗ്രീൻ പോർഷനും സ്റ്റേമനും ഈ രണ്ട് പോർഷനും സെയിം പാറ്റേൺ ആണ്, രണ്ട് കളേഴ്സിൽ ചെയ്യണം എന്ന് മാത്രം. അപ്പം നമുക്ക് അതിൻ്റെ പാറ്റേൺ നോക്കാം. ഞാനതിന് യൂസ് ചെയ്യുന്നത് weight 3 cotton yarn ആണ് ആൻഡ് 3 mm ഹുക്കാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഒരു മാജിക് റിങ് ക്രോഷേ ചെയ്യാം. ഇനി ഈ മാജിക് റിങ്ങിലേക്ക് 6 സിംഗിൾ ക്രോഷേസ് വർക്ക് ചെയ്യാം. 1 2 3 4 5 and 6. ടെയിൽ പുള്ള് ചെയ്ത് മാജിക് റിങ് ഒന്ന് ക്ലോസ് ചെയ്യാം. ഇനി 6 സിംഗിൾ ക്രോഷയിലും 6 ഇൻക്രീസസ് ആണ് സെക്കൻഡ് റൗണ്ടിൽ വർക്ക് ചെയ്യുന്നത്. സോ ഫസ്റ്റ് സിംഗിൾ ക്രോഷയിലേക്ക് 2 സിംഗിൾ ക്രോഷേ വർക്ക് ചെയ്യാം. ഫസ്റ്റ് സ്റ്റിച്ച് എപ്പോഴും മാർക്ക് ചെയ്യാം. സെക്കൻഡ് വൺ. ഇപ്പോൾ ഫസ്റ്റ് ഇൻക്രീസ് നമ്മൾ ചെയ്തു. ഇനി ബാക്കിയുള്ള 5 സ്റ്റിച്ചസിലേക്കും ഓരോ ഇൻക്രീസ് വെച്ചിട്ട് വർക്ക് ചെയ്യാം. 2 3 4 5 and 6. അപ്പം നമ്മൾ 6 ഇൻക്രീസസ് വർക്ക് ചെയ്ത് കഴിഞ്ഞു. തേർഡ് റൗണ്ടിൽ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്ത് ഫസ്റ്റ് സിംഗിൾ ക്രോഷേ വർക്ക് ചെയ്യാം. ഒരു സിംഗിൾ ക്രോഷേ ചെയ്തു, പുട്ട് ദ സ്റ്റിച്ച് മാർക്കർ ബാക്ക്. ഇനി തൊട്ടടുത്ത സ്റ്റിച്ചിലേക്ക് ഒരു ഇൻക്രീസ് ചെയ്യാം. ഇതാണ് തേർഡ് റൗണ്ടിലെ പാറ്റേൺ. ഒരു സിംഗിൾ ക്രോഷേ, തൊട്ടടുത്ത സ്റ്റിച്ചിൽ ഒരു ഇൻക്രീസ്. 5 more ടൈംസ് റിപ്പീറ്റ് ചെയ്യാം. ടോട്ടൽ 6 ടൈംസ് ആണ് ചെയ്യേണ്ടത്. അത് ഫസ്റ്റ് ടൈം ചെയ്തു വരണം. ഇപ്പം സെക്കൻഡ് വൺ കംപ്ലീറ്റ് ചെയ്തു. ഇനി തേർഡ് വണ്ണും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി 3 more ടൈംസ് ഈ ഒരു കോമ്പിനേഷൻ റിപ്പീറ്റ് ചെയ്യുക. ഫിനിഷ് ചെയ്തിട്ട് റൗണ്ട് 4ലേക്ക് പോകാം. ഇപ്പോൾ റൗണ്ട് 3 കംപ്ലീറ്റ് ചെയ്തു. ഇനി റൗണ്ട് 4 ചെയ്യാൻ വേണ്ടി സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ട് ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷേ വർക്ക് ചെയ്യാം. പുട്ട് ദ സ്റ്റിച്ച് മാർക്ക് ബാക്ക്. ഇനി തൊട്ടടുത്ത സ്റ്റിച്ചിലും കൂടി ഒരു സിംഗിൾ ക്രോഷേ വർക്ക് ചെയ്യാം. ആൻഡ് ദെൻ തേർഡ് സ്റ്റിച്ചിലേക്ക് ഒരു ഇൻക്രീസ് വർക്ക് ചെയ്യാം. അതായത് സെയിം സ്റ്റിച്ചിലേക്ക് 2 സിംഗിൾ ക്രോഷേസ്. ഇതാണ് റൗണ്ട് 4ൻ്റെ പാറ്റേൺ. 2 സിംഗിൾ ക്രോഷേസ് ഫോളോഡ് ബൈ ആൻ ഇൻക്രീസ്. ഇനി ഈ ഒരു പാറ്റേൺ ടോട്ടൽ 6 ടൈംസ് ചെയ്യണം. ഓൾറെഡി നമ്മൾ 1 ടൈം ചെയ്തു. ഇനി 5 more ടൈംസ് റിപ്പീറ്റ് ചെയ്യണം. അതായത് 2 സിംഗിൾ ക്രോഷേസ് ആൻഡ് തേർഡ് സ്റ്റിച്ചിലേക്ക് ഒരു ഇൻക്രീസ്. ഇനി ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ റൗണ്ട് 4 നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഫൈനൽ റൗണ്ടായ റൗണ്ട് 5 ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്ത് ഒരു സിംഗിൾ ക്രോഷേ വർക്ക് ചെയ്യുക. ഇനി തൊട്ടടുത്തുള്ള 2 സ്റ്റിച്ചസിലേക്കും ഓരോ സിംഗിൾ ക്രോഷേസ് വെച്ചിട്ട് വർക്ക് ചെയ്യുക. സെക്കൻഡ് ആണ് ആൻഡ് ദിസ് ഈസ് ദ തേർഡ് വൺ. ഇനി 3 സിംഗിൾ ക്രോഷേസ് കഴിഞ്ഞ് ഫോർത്ത് സ്റ്റിച്ചിലേക്ക് ഒരു ഇൻക്രീസ് വർക്ക് ചെയ്യാം. ഓക്കെ, ഇനി ഇതാണ് ഈ റൗണ്ടിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അതായത് 3 സിംഗിൾ ക്രോഷേസ് പിന്നെ ഒരു ഇൻക്രീസ്.
ഇനി ഈ ഒരു കോമ്പിനേഷൻ 5 more ടൈംസ് റിപ്പീറ്റ് ചെയ്യണം. 2 3 സിംഗിൾ ക്രോഷേസ് കംപ്ലീറ്റ് ചെയ്തു. ഇനി ഒരു ഇൻക്രീസ് ഇൻ ടു ദ നെക്സ്റ്റ് സ്റ്റിച്ച്. 1 and 2. ഒന്നുകൂടി നമുക്ക് ചെയ്യാം. 1 2 3 single crochets followed by an increase. Okay, round 5 finish ചെയ്തു. ഇനി സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്ത് ആ സ്റ്റിച്ചിലേക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് വർക്ക് ചെയ്ത് ടെയിൽ കട്ട് ചെയ്യാം. ഒരു ബ്രൗൺ യാണിൽ സെയിം പാറ്റേൺ ഫോളോ ചെയ്ത് ഒരു സ്റ്റെയിമനും കൂടി ക്രോഷ് ചെയ്തെടുക്കാം. ഇത് ഞാൻ ഷെനിൽ യാണിലാണ് ചെയ്തേക്കുന്നത്. ബട്ട് നിങ്ങൾക്ക് സെയിം കോട്ടൺ യാണിൽ തന്നെ ക്രോഷ് ചെയ്യാം. ഇത് രണ്ടും ജോയിൻ ചെയ്തിട്ടാണ് ഇതിന് ചുറ്റും പെറ്റൽസ് ക്രോഷ് ചെയ്യുന്നത്. പെറ്റൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആക്രിക്കോട്ട് യാണാണ് യൂസ് ചെയ്യുന്നത്. യെല്ലോ കളറിലെ സൺഷൈൻ യെല്ലോ ആണ് ഇതിൻ്റെ ഷെയ്ഡ്. ഇനി നിങ്ങൾക്ക് ആക്രിക്കോട്ട് യാൺസ് ഇല്ലെങ്കിൽ കോട്ടൺ യാണായാലും അല്ല അക്രിലിക് യാണായാലും യൂസ് ചെയ്യാൻ പറ്റും. ബട്ട് പറ്റുന്ന അത്രയും എല്ലാ യാൺസും സെയിം തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കാം. എല്ലാ അക്രിലിക്കിൻ്റെ വെയ്റ്റ് 3 ആണും കോട്ടൻ്റെ വെയ്റ്റ് 3 ആണും ഈവൻ ആക്രിക്കോട്ടിൻ്റെ വെയ്റ്റ് 3 ആണ് തമ്മിൽ നമ്മൾ ചെയ്യുമ്പോൾ ചെറിയ തിക്നെസ് ഡിഫറൻസ് ഉണ്ട്. യാൺ വെയ്റ്റ് സെയിം ആണെങ്കിൽ പോലും ടെക്സ്ചർ ഒബ്വിയസ്ലി ഡിഫറെൻ്റ് ആയിരിക്കും. ഓൾസോ അതിൻ്റെ ഒരു തിക്നെസ്സിൽ യാൺ സ്റ്റാൻഡിൻ്റെ തിക്നെസ്, അതായത് യാൺ വെയ്റ്റിൽ ഡിഫറൻസസ് കാണാൻ പറ്റും. അപ്പം യൂസ് ചെയ്യുമ്പോൾ സെയിം തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കാം. ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ ബ്രൗൺ യാൺ വെച്ച് ചെയ്ത സ്റ്റെയിമൻ നമ്മൾ ഫ്രണ്ടിൽ വയ്ക്കുക, ബാക്കിൽ നമ്മുടെ സീപ്പിൽ വയ്ക്കാം. എന്നിട്ട് നമ്മുടെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത സ്റ്റിച്ചിലേക്ക് ഇൻസേർട്ട് ചെയ്യുക ഹുക്ക്. ആൻഡ് ഓപ്പോസിറ്റ് സൈഡിൽ ഒരു സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. യെല്ലോ യാൺ അറ്റാച്ച് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് യാണിൽ കുറച്ചുകൂടി സെക്യൂർ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ലിപ്പ് നോട്ട് ചെയ്തിട്ട് പുൾ ത്രൂ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് ഈ 2 സ്റ്റിച്ചിലേയും കൂടി, അതായത് ബ്രൗൺ ആൻഡ് ഗ്രീൻ കളറിൽ ചെയ്തതിൻ്റെ 2 സ്റ്റിച്ചസിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഹുക്ക്, ഇതിൽ 2ലൂടെ നമ്മൾ ഈ യെല്ലോ യാൺ പുൾ ത്രൂ ചെയ്യാം. എന്നിട്ട് 2 ചെയിൻസ് വർക്ക് ചെയ്യാം. ഈ 2 ചെയിൻസ് വർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ഡബിൾ ക്രോഷേ തൊട്ടടുത്ത 2 സ്റ്റിച്ചസിലേക്ക് വർക്ക് ചെയ്യാം. അപ്പോൾ ഡബിൾ ക്രോഷേക്ക് വേണ്ടി യാൺ ഓവർ ചെയ്യാം. എന്നിട്ട് നമ്മളിപ്പോൾ വർക്ക് ചെയ്ത സ്റ്റിച്ചിന് തൊട്ടടുത്തുള്ള സ്റ്റിച്ച് ബ്രൗണിൽ ഇൻസേർട്ട് ചെയ്യുക, നമ്മുടെ സീപ്പല്ലിലും കൂടി ഇൻസേർട്ട് ചെയ്യാം. എന്നിട്ട് യാൺ ഓവർ പുൾ ത്രൂ, യാൺ ഓവർ പുൾ ത്രൂ ടു, യാൺ ഓവർ പുൾ ത്രൂ ടു. അപ്പോൾ നമ്മുടെ ഡബിൾ ക്രോഷേ ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി സെയിം ആ സ്റ്റിച്ചിലേക്ക് തന്നെ ഒരു ട്രിപ്പിൾ ക്രോഷേ വർക്ക് ചെയ്യാം. അതിന് 2 തവണ യാൺ ഓവർ ചെയ്യുക. സെയിം 2 സ്റ്റിച്ചസിലേക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ പുൾ ത്രൂ ചെയ്യുക, യാൺ ഓവർ പുൾ ത്രൂ ടു, യാൺ ഓവർ പുൾ ത്രൂ ടു ആൻഡ് യാൺ ഓവർ പുൾ ത്രൂ ദ ലാസ്റ്റ് 2 ലൂപ്സ്. ഇപ്പോൾ ട്രിപ്പിൾ ക്രോഷേ നമ്മൾ വർക്ക് ചെയ്തു. ഇനി 2 ചെയിൻ സ്റ്റിച്ചസ് വർക്ക് ചെയ്യുക. ഇനി 2 ചെയിൻ സ്റ്റിച്ചസിൽ സെക്കൻഡ് ചെയിൻ ഫ്രം ദ ഹുക്ക്, അതായത് നമ്മൾ ആദ്യം ചെയ്ത ചെയിൻ സ്റ്റിച്ചിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് വർക്ക് ചെയ്യുക. ഓക്കെ, അടുത്ത സ്റ്റിച്ചിലേക്ക് ഒരു ട്രിപ്പിൾ ക്രോഷേ വർക്ക് ചെയ്യാം. എന്നിട്ട് അടുത്തുള്ള 2 സ്റ്റിച്ചസിലേക്ക് ഇൻസേർട്ട് ചെയ്യുക, അവിടെ ഒരു ട്രിപ്പിൾ ക്രോഷേ വർക്ക് ചെയ്യുക. ഓക്കെ, ഇനി സെയിം സ്റ്റിച്ചിലേക്ക് തന്നെ ഒരു ഡബിൾ ക്രോഷേ വർക്ക് ചെയ്യുക. ഇനി ചെയിൻ 2 ആൻഡ് തൊട്ടടുത്ത സ്റ്റിച്ചിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് വർക്ക് ചെയ്യുക. ഫസ്റ്റ് പെറ്റൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് പെറ്റൽ ചെയ്യാം. സെക്കൻഡ് പെറ്റൽ ചെയ്യാൻ അഗെയിൻ
ചെയിൻ 2 ചെയ്യുക. സെയിം പാറ്റേൺ തന്നെയാണ്. ചെയിൻ 2 ചെയ്യുക. തൊട്ട അടുത്ത സ്റ്റിച്ചസിലേക്ക് ഒരു ഡബിൾ ക്രോഷേ വർക്ക് ചെയ്യുക. സെയിം സ്റ്റിച്ചിലേക്ക് ഒരു ട്രിപ്പിൾ ക്രോഷേ വർക്ക് ചെയ്യുക. എന്നിട്ട് ചെയിൻ 2 ചെയ്യുക. സെക്കൻഡ് ചെയിൻ ഫ്രം ദ ഹുക്കിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് വർക്ക് ചെയ്യുക. തൊട്ടടുത്ത സ്റ്റിച്ചിൽ ഒരു ട്രിപ്പിൾ ക്രോഷേ വർക്ക് ചെയ്യുക. സെയിം സ്റ്റിച്ചിൽ തന്നെ ഒരു ഡബിൾ ക്രോഷേ വർക്ക് ചെയ്യുക. ചെയിൻ 2 ചെയ്യുക. തൊട്ടടുത്ത 2 സ്റ്റിച്ചസിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് വർക്ക് ചെയ്യുക. അപ്പം നമ്മുടെ സെക്കൻഡ് പെറ്റലും റെഡി ആയിട്ടുണ്ട്. ഫസ്റ്റിൽ ആ ഒരു ചെയിൻ 2 ആൻഡ് സ്ലിപ്പ് സ്റ്റിച്ച് മേളിൽ ചെയ്യുന്നത് ഇതുപോലെ പോയിൻറ്റഡ് ആയിട്ട് പെറ്റൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ സെയിം പാറ്റേൺ വെച്ചിട്ട് അറൗണ്ട് പെറ്റൽസ് ക്രോഷേ ചെയ്യുക. ടോട്ടൽ നിങ്ങൾക്ക് 10 പെറ്റൽസ് ക്രോഷേ ചെയ്യാൻ പറ്റും. ഒരു 7 അല്ലെങ്കിൽ ഒരു 8 പെറ്റൽസ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിനുള്ളിലേക്ക് കുറച്ച് നമുക്ക് ഫൈബർ ഫില്ല് സ്റ്റഫ് ചെയ്യാം. അപ്പോൾ ഈ സെൻറ്റർ പാർട്ട് ഒരുപാട് ഫ്ലാറ്റ് ആയിട്ടിരിക്കാണ്ട് കുറച്ച് റിയലിസ്റ്റിക് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ഫ്ലാറ്റ് ആയിട്ട് ഇരിക്കണമെങ്കിൽ ഫൈബർ ഫില്ല് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി റിമൈൻഡിങ് 2 പെറ്റൽസ് കൂടി ക്രോഷേ ചെയ്തിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ജോയിൻ ചെയ്ത യെല്ലോ യാൺ ജോയിൻ ചെയ്ത സ്റ്റിച്ചസിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ചെയിൻ 1 ചെയ്ത് യാൺ കട്ട് ചെയ്യാം. ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. എല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ സൺഫ്ലവറിൻ്റെ യാൺ ടെയിൽ നമുക്ക് ഒരു നീഡിൽ യൂസ് ചെയ്ത് ഹൈഡ് ചെയ്യാം. ഈ സൺഫ്ലവേഴ്സ് പല പ്രൊജക്ട്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇതൊരു കീ ചെയിനായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. ഒരു ചെയിന് ഈ ഒരു ഭാഗത്തേക്ക് അറ്റാച്ച് ചെയ്ത് ഇതൊരു കീ ചെയിനായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. അത് കണക്ക് നമുക്ക് ഇതിൽ ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്ത ഒരു ലൂപ്പ് അറ്റാച്ച് ചെയ്താൽ ബാക്ക് ചാമായിട്ട് ഇതിനെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ 2 എണ്ണം വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു സിംഗിൾ ഇത് വെച്ചിട്ട് ഇതുപോലെ ഈ ലൂപ്പ് ഇട്ടാൽ കർട്ടൻസ് ഒക്കെ ഒന്ന് കെട്ടി വെക്കാൻ പറ്റുന്ന, ടൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഡെക്കറായിട്ടും ഇത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ സൺഫ്ലവർ പോട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇത് വെച്ചിട്ട്. ഇതൊരു ക്ലിപ്പിലോ അല്ലെങ്കിൽ ഒരു ഹെയർ ബാൻഡിലോ സ്റ്റിക്ക് ചെയ്താൽ നമുക്ക് ഹെയർ എക്സസറി ആയിട്ടും ഇത് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ പല ടൈപ്പിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊജക്ട്സ് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ സൺഫ്ലവർ വെച്ച് ചെയ്യാൻ പറ്റും. എന്തായാലും ഈ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഇനിയും ഇതുപോലെയുള്ള ഈസി ബിഗിനർ ഫ്രണ്ട്ലി ട്യൂട്ടോറിയൽസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം.